8 മാവോയിസ്റ്റുകളാണ് കൊല ചെയ്യപ്പെട്ടത് ഇടതുപക്ഷ ഭരണകാലത്ത്. ആശാസമരത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കുക. കേരളമല്ലേ അതിന്റെ ഗുണഭോക്താക്കൾ? കേരളത്തിന് വേണ്ടിയല്ലേ അവർ പ്രവർത്തിക്കുന്നത്? അവർക്ക് പണം കൊടുക്കേണ്ടത് ഞങ്ങളല്ല എന്ന് പറയുന്നതിന് എന്ത് നീതിയാണുള്ളത്? നിങ്ങളിങ്ങനെ അടിസ്ഥാന വർഗമായി തുടരണം എന്ന് ആരോ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അത് നിങ്ങളുടെ കയ്യിലേക്ക് വരാത്തത്. ഞാനൊരു ലിബറൽ ഡെമോക്രാറ്റ്. അങ്ങനെ ഒരാൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇന്ന് വന്നിരിക്കാവുന്ന ഒരു വേദി, ഒരുപക്ഷെ ഒരേ ഒരു വേദി കോൺഗ്രസിൻ്റെതാണ് എന്ന് ഞാൻ കരുതി. അങ്ങനെ നമ്മളിവിടെ അസാധാരണമായ ഒരു യോഗത്തിലാണ് സാക്ഷ്യം വഹിക്കുന്നത്. അത് അക്ഷരസംഗമം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ ഏറ്റവും വലിയ ദാരിദ്ര്യം ഭക്ഷണ ദാരിദ്ര്യമല്ല, അതെല്ലാ ജീവജാലങ്ങളും പങ്കിടുന്ന ഒരു ദാരിദ്ര്യമാണ്. മനുഷ്യന്റെ യഥാർത്ഥമായ ദാരിദ്ര്യം അക്ഷരദാരിദ്ര്യം. ഈ അജ്ഞത നീക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചവരുടെ ഒരു സംഗമമാണ് വാസ്തവത്തിൽ എന്റെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പുസ്തകം കയ്യിലെടുക്കൂ. വിശക്കുന്ന മനുഷ്യനോട് പറയുകയാണ്, എന്താ പുസ്തകം കയ്യിലെടുത്താൽ വിശപ്പ് മാറുമോ? തീർച്ചയായിട്ടും പുസ്തകം തരുന്ന ജ്ഞാനം നിങ്ങളെ എക്കാലത്തേക്കുമുള്ള പല വിശപ്പുകളെ അതിജീവിക്കാൻ സഹായിക്കുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് ഭൂമിയിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു പദ്ധതിയുടെ ഒരു ഘട്ടത്തിലുള്ള ആലോചനാ യോഗമോ ആവിഷ്കാര രൂപമോ ആണ് ഈ അക്ഷരസംഗമം. വയനാട്ടില് സാക്ഷരതാ വിദ്യാഭ്യാസം നേടിയ ഒരു ആദിവാസി, പാറ്റ എന്നാണ് അവളുടെ പേര്, അവള് പേരെഴുതാൻ പഠിച്ചു കഴിഞ്ഞപ്പോ പോയി റബ്ബർ തോട്ടത്തിലെ ഓരോ റബ്ബർ മരത്തിലും തന്റെ പേരെഴുതി വെച്ചു, പാറ്റ 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 എന്ന് പറഞ്ഞു. അതോടുകൂടി ആ റബ്ബർ തോട്ടം മുഴുവൻ അവളുടേതായി മാറി. അക്ഷരത്തിന്റെ പരിണാമം അതാണ്. ആരുമല്ലാത്ത നമ്മൾ എല്ലാവരുമായിത്തീരുന്നു, ഭൂമിയുടെ ഉടമസ്ഥയായിത്തീരുന്നു. ഇവിടെ ഭൂസമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. 50 സെന്റ് സ്ഥലം നിങ്ങൾക്ക് കൊടുക്കാൻ അനുവദിച്ചിരിക്കുന്നു ജുഡീഷ്യറി. എന്തുകൊണ്ട് നിങ്ങൾക്കത് കിട്ടുന്നില്ല? ഭൂമി ഇല്ലാത്തത് കൊണ്ടല്ല. നിങ്ങളിങ്ങനെ അടിസ്ഥാന വർഗമായി തുടരണം എന്ന് ആരോ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അത് നിങ്ങളുടെ കയ്യിലേക്ക് വരാത്തത്. 1984 രാജീവ് ഗാന്ധി പറയുകയുണ്ടായി, ആദിവാസികൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഓരോ രൂപയിലും മുകളിലേക്കെറിയുന്ന ഒരു രൂപ താഴെ വീഴുമ്പോൾ 14 പൈസയായി മാറുന്നു എന്ന്. അതുപോലും നുണയാണ്. അതുപോലും ലഭിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ ആദിവാസികളൊക്കെ ഇന്ന് യാതൊരു വിധത്തിലുള്ള അപമാനവും നേരിടാതെ ജീവിക്കുമായിരുന്നു. ഇതെല്ലാം പല കൈകളിലേക്ക് മറിഞ്ഞു, ഇതെല്ലാം ചോർന്നുപോയി. അങ്ങനെ ആദിവാസി പ്രശ്നം 8 മാവോയിസ്റ്റുകളാണ് കൊല ചെയ്യപ്പെട്ടത് ഇടതുപക്ഷ ഭരണകാലത്ത്. മാവോയിസ്റ്റുകൾ അവരും വിശ്വസിക്കുന്ന അതേ തത്വശാസ്ത്രം വിശ്വസിക്കുന്നവരാണ് എന്നാണ് അതിലെ ദയനീയമായ ഒരു കാര്യം. സുഖമില്ലാതെ കിടക്കുകയാണ്, മഞ്ഞപ്പിത്തം പിടിച്ചു കിടക്കുകയാണ്. അവരെയൊക്കെയാണ് അക്രമികൾ എന്ന് പറഞ്ഞിട്ട് ഒരക്രമത്തിനും വയ്യാത്തവരെയാണ് വെടിവെച്ച് കൊന്നത്. മാത്രവുമല്ല, ആരെങ്കിലും ആദിവാസികളോട് സഹാനുഭൂതി കാണിച്ചാൽ അവരെയൊക്കെ മാവോയിസ്റ്റുകളാക്കി അകറ്റി നിർത്തുന്ന ഒരു കാലം കൂടി ഉണ്ടായി
കേരളത്തിൽ അതിനും പകരം ചോദിക്കണം. ഇതിലൊന്നും ഒരു വാസ്തവമില്ല, വലിയ അന്യായമാണ് ഉള്ളത്. ആശാസമരത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കുക. കേരളമല്ലേ അതിന്റെ ഗുണഭോക്താക്കൾ? കേരളത്തിന് വേണ്ടിയല്ലേ അവർ പ്രവർത്തിക്കുന്നത്? അവർക്ക് പണം കൊടുക്കേണ്ടത് ഞങ്ങളല്ല എന്ന് പറയുന്നതിന് എന്ത് നീതിയാണുള്ളത്? ആ ആശാവർക്കർമാരുടെ മനസ്സും ഇവിടെ ആര് ഭരണകക്ഷിക്കെതിരായി നിൽക്കുന്നുവോ അയാൾക്കാണ്, ഷൗക്കത്തിനാണ്. അങ്ങനെ അവിടെയും തീരുന്നില്ല. ഇവിടെ നടക്കുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതിനാണ് നമ്മളിപ്പോൾ സാക്ഷിയായിരിക്കുന്നത്. അതൊക്കെ ആരുടെ നേതൃത്വത്തിൽ നടക്കുന്നു? അതാണ് വലിയ രാഷ്ട്രീയ പ്രവർത്തനം.